ഹരേ കൃഷ്ണ രാധേശ രാധേശ. ഹരേ നാരായണ ഹരേ നാരായണ ഹരിയം ഹരിയും. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ട്. ഭഗവാൻ ഇന്ന് എങ്ങനെയാണ് ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും എന്നോടൊപ്പം ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് എല്ലാവരും വരിക. ഗുരുഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഇന്ന് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്താണ് കേട്ടോ. കൊടിമരത്തിൻ്റെ കീഴിൽ കൂടെ നമ്മളിങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് എന്നോടൊപ്പം വരിക, അല്പസമയം എന്നോടൊപ്പം വരിക. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മളിന്ന് കൊടിമരത്തിൻ കീഴിൽ കൂടെ ശ്രീലകത്തേക്ക് എത്തുകയാണ്. നമ്മളിങ്ങനെ എത്തുമ്പോൾ ചൂചലങ്കാരമൊക്കെ കഴിഞ്ഞ് നട തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് പൊന്നുണ്ണിക്കണ്ണൻ ഏത് ഭാവത്തിലാണ് ഇന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാ മത്സ്യാവതാരമായിട്ടാണെന്ന് ഭഗവാൻ അതാ ജനിച്ചു കഴിഞ്ഞു അല്ലേ. അഷ്ടമി രോഹിണിയൊക്കെ കഴിഞ്ഞു. ആദ്യത്തെ അവതാരം എടുക്കുന്ന സമയമായി. ആദ്യത്തെ അവതാരമായിട്ടുള്ള മത്സ്യാവതാരമാണ് ഇന്ന് ശ്രീലകത്ത് നമ്മൾ കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇങ്ങനെയുള്ള അവതാരത്തിൽ എപ്പോഴും പറയാറുണ്ട്, പല പ്രാവശ്യമായിട്ടല്ലേ, കുറേ ആയിട്ട് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആണ് ഭഗവാന്റെ ഓരോ അവതാര ലക്ഷ്യങ്ങളെ പറ്റിയും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഥകൾ കൂടിയൊക്കെ ആയി പറഞ്ഞു പോകുമ്പോൾ ഇത്തിരി സമയം അങ്ങോട്ട് പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മത്സ്യരൂപത്തിലാണ്, അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യ രൂപത്തിൽ ഇങ്ങനെ വാലൊക്കെ കാണാം, ചെതമ്പലൊക്കെ കാണാം. പിന്നെ മുകളിലേക്കായിട്ട് പകുതി ഭാഗം, മേലെ എന്നുള്ള ഭാഗം ശംഖചക്ര ഗദാ പത്മധാരിയായിട്ടാണ് ഭഗവാൻ ഇന്ന് നിൽക്കുന്നത്. പൊന്നിൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, ശംഖചക്രമൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ഭഗവാന്റെ ഉണ്ടമാല വനമാലയൊക്കെ കാണാം. പീലി തിരുമുടിയൊക്കെ കാണുന്നുണ്ട്, താമര കാണുന്നുണ്ട്, പിന്നെ ശംഖ് കാണുന്നുണ്ട്, പിന്നെ ഗദ കാണുന്നുണ്ട്. ഒക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അരമണിയൊക്കെ നല്ല വീതി കൂടിയിട്ടുള്ള അരമണി കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ നല്ല കാത് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒടിയാണൊക്കെ വെച്ചിട്ടുണ്ട്. കൈകളിലൊക്കെ ചാർത്തിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കളഭാലങ്കാരമാണ് നമ്മളിപ്പോൾ ഭഗവാനെ കാണുന്നത്. അങ്ങനെ വനമാല ഉണ്ടമാല പറയുമ്പോൾ തുളസിയും ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടമാലയാണ്. അങ്ങനെ 2-3 മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ പീലി തിരുമുടിയിലും വനമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ്റെ ഗോപീചന്ദനക്കുറിയൊക്കെ കൂടിയിട്ട് അങ്ങനെ എല്ലാ അതിമനോഹരമായിട്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാന്റെ ആദ്യത്തെ മത്സ്യാവതാരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ വേദങ്ങളെല്ലാം ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കഥയാണ്. ബ്രഹ്മാവിൽ നിന്ന് ആദ്യത്തെ അവതാരം എടുക്കാനുള്ള സമയം വരുന്നത് ഇങ്ങനെയാണ്. ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ വേദങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഈ ഇഹലോകം, അതായത് ത്രിലോകങ്ങളും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വേദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേദങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. വേദങ്ങളൊക്കെ എങ്ങോട്ട് പോയി, ആര് കൊണ്ടുപോയി, ആര് കട്ടെടുത്തു എന്നൊന്നും അറിയില്ല. അങ്ങനെ ദേവലോകം മുഴുവൻ ഇങ്ങനെ ആശങ്കയിലാണ്. എന്ത് ചെയ്യും, ഇനി എവിടെ നിന്നാണ് ഈ വേദങ്ങളൊക്കെ ഇനി കിട്ടുക എന്നുള്ള, തട്ടിയെടുത്ത് പോയത് ആരാണ് എന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള ആ കഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ മത്സ്യാവതാരത്തോടുകൂടി, ആദ്യത്തെ അവതാരത്തോടുകൂടി ഭഗവാൻ ഇങ്ങനെ വരികയാണ്. ഈ വേദങ്ങൾ ആരാ കൊണ്ടുപോയെന്ന് ഭഗവാൻ അറിയാലേ. ആരാണ് കൊണ്ടുപോയിട്ടുള്ളത്? അതാ ഒരാൾ കടലിൻ്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുര രാജാവ് കടലിനടിയിൽ ഇങ്ങനെ ഈ വേദങ്ങളൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഒളിച്ചിരിപ്പാണ്. കണ്ടുപിടിക്കാൻ ഭഗവാനുണ്ടോ? എന്ത് പ്രയാസമുള്ളത് അല്ലേ. എല്ലാം അറിയുന്ന സശാൽ പ്രപഞ്ച സത്യമായിട്ടുള്ള പ്രപഞ്ചം നിലനിർത്തുന്ന സശാൽ പൊന്നു ഭഗവാനെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം. അങ്ങനെ വേദങ്ങൾ അതാ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് ഒളിച്ചിരിക്കുന്ന ഹയഗ്രീവനെ ഭഗവാൻ കാണുകയാണ്. എന്തായാലും ഹയഗ്രീവനിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ട് ആ വേദങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ആ ചിന്തയോടുകൂടി അങ്ങനെ മത്സ്യമായിട്ട് അവതരിക്കുന്നു. അങ്ങനെയാണ് മത്സ്യാവതാരം ഉണ്ടാകുന്നത്. അത് സത്യവ്രതൻ എന്ന രാജാവ് ഒരു നായാട്ടിനൊക്കെ പോയിട്ട് വരുന്ന വഴിയിൽ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്നു. ആ കൈക്കുമ്പിളിൽ വന്നുപെട്ട ഒരു മനോഹരമായ, ഇതേപോലെ ഭഗവാന്റെ ഇന്നത്തെ അവതാരം പോലെ ഒരു മനോഹരമായൊരു മത്സ്യം, സ്വർണ്ണ മത്സ്യം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ സ്വർണ്ണ മത്സ്യം കൈക്കുമ്പിളിൽ ഇങ്ങനെ
അകപ്പെടുകയാണ്. വെള്ളം കുടിക്കുമ്പോൾ ഈ മത്സ്യം ഇങ്ങനെ അതിനകത്ത് കയ്യിലുണ്ട്, കൈക്കുമ്പിളിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മത്സ്യത്തിനെ കളയാനും വയ്യ. കാണാൻ നല്ല ഭംഗി, നല്ല സുന്ദരനായിട്ടുള്ള ഒരു മത്സ്യമാണ് രാജാവ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മത്സ്യം സംസാരിക്കുന്നു. അത് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ ഉപേക്ഷിക്കരുത് രാജാവേ, അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത്, ഈ കുളത്തിൽ എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ രക്ഷിക്കണം എന്ന് പറയാണ്. എന്ത് ചെയ്യും രാജാവ്? അപ്പോൾ ആ മത്സ്യത്തെ കളയാനും വയ്യ. കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു മത്സ്യത്തിൻ്റെ മുഖവും ഒക്കെയാണ് രാജാവിൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞത്. അങ്ങനെ രാജാവിൻ്റെ കയ്യിലുള്ള കമണ്ടലുണ്ട്, അതിനകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ മത്സ്യത്തെ അതിൽ വെക്കുകയാണ്, അതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാജാവ് തീരുമാനിക്കുന്നു, എന്തായാലും ഈ മത്സ്യത്തെ കൊണ്ടുപോയിട്ട് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് വളർത്താമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള ആ പൊന്നു ഗുരുവായൂരപ്പനെ രാജാവ് കൊണ്ടുപോകുന്നു. അവിടെ ചെറിയൊരു ഇതിൽ വളർത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പെട്ടെന്നാണ് വളരുന്നത്. അങ്ങനെ അവിടെ ഒരു വലിയ കുളത്തിലാക്കുന്നു. അങ്ങനെ ആ കുളത്തിൽ വളർന്നുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു മത്സ്യമായിട്ട് മാറുകയാണ്. അങ്ങനെ രാജാവിനെ കണ്ടപ്പോൾ അത്ഭുതമായി. അപ്പോൾ പിന്നീട് മത്സ്യം സംസാരിക്കുകയാണ്: എന്നെ ഇവിടെ നിന്ന് വല്ല നദിയിലേക്കോ മറ്റോ ഒഴുകുന്ന വേറെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, വലിയ കളി കേട്ടോ. അങ്ങനെ ഒഴുകുന്ന വേറെ എവിടേക്കെങ്കിലൊക്കെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറയാണ്. അപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ നദിയിലേക്കോ പുഴയിലേക്കോ അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാജാവ് തന്നെ ആ നദിയിൽ മത്സ്യത്തെ കൊണ്ടുവിടുന്നു. അങ്ങനെ നദിയിലൂടെ കടലിലെത്തുന്നു. അതാണ് ഉദ്ദേശ ലക്ഷ്യം. ഭഗവാന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഹയഗ്രീവൻ എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കണം, എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇതെല്ലാം ഭഗവാന്റെ ഉദ്ദേശത്തോടു കൂടി മത്സ്യാവതാരം, അങ്ങനെ ആദ്യത്തെ അവതാര സൃഷ്ടി ലക്ഷ്യം ഇതാണ്. വേദങ്ങളൊക്കെ തിരിച്ചെടുക്കാനായിട്ട്, നമ്മുടെ ഭൂമിയെ നിലനിർത്താനായിട്ട്, 3 ത്രിലോകങ്ങളെ നിലനിർത്താനായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ വേദങ്ങളെ തപ്പിയെടുക്കാനായിട്ടുള്ള യാത്രയാണ്. അങ്ങനെ ഹയഗ്രീവനെ കണ്ടെത്തുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് അങ്ങനെ നമ്മുടെ വേദങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ബ്രഹ്മാവിനെ ഏൽപ്പിക്കുന്നു. ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ആ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് നമുക്ക് ശ്രീലകത്ത് ഇങ്ങനെ ആദ്യത്തെ അവതാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാവമാണ് അല്ലേ. ആ കണ്ണുകളിലേക്കും ആ പുഞ്ചിരിയിലേക്കും ഒക്കെ നമ്മുടെ മനസ്സൊന്ന് കൊണ്ടുപോവാം. നമ്മുടെ മനസ്സിൽ ഈ ഒരു വിശ്വരൂപത്തെ നമ്മുടെ മനസ്സിലേക്ക്, അതായത് വിശ്വരൂപം തന്നെയാണ്, അതായത് ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് നിൽക്കുന്ന ഭഗവാനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. മത്സ്യാവതാരത്തിൽ നിൽക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പനെ നമ്മൾ കാണുന്നു. എല്ലാവരും മനസ്സിലേക്ക് ഈ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം, മത്സ്യാവതാര രൂപത്തിലുള്ള ആ രൂപത്തെ മനസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരിക. അങ്ങനെ മനസ്സിലിങ്ങനെ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ശ്രീലകത്ത് നിൽക്കാം. ഭഗവാൻ എങ്ങനെ കാണാണ്, നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ ആ സ്വർണ്ണ തിളക്കത്തിൽ ഇങ്ങനെ ആ ഭഗവാൻ എങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനെ നമ്മൾ കാണാണ് കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാനെ തന്നെ നോക്കുക, ആ പുഞ്ചിരിക്കുന്ന മുഖത്തെ ഒന്ന് നോക്കുക, കണ്ണിലേക്ക് നോക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഭഗവാനെ അനുഗ്രഹം, ഭക്തർക്ക് വേണ്ടിയിട്ട്, ഭക്തരെ രക്ഷിക്കാനായിട്ട്, അനുഗ്രഹം തരാനായിട്ട്, അതാ വേദങ്ങളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ ഭാഗ്യം ഉണ്ടാവട്ടെ, കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. മനസ്സുകൊണ്ട് എല്ലാവരും എന്നോടൊപ്പം വന്ന എല്ലാവർക്കും ശ്രീലകത്തേക്ക് നോക്കാനും അവിടെ ഭഗവാൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ ഭാവത്തെ കാണാനും, അങ്ങനെ അഷ്ടദ്രവ്യങ്ങളൊക്കെ ഇങ്ങനെ പുകയ്ക്കുന്ന ആ പുകയിൽ ഇങ്ങനെ ഭഗവാന്റെ ആ ഗന്ധം ഇങ്ങനെ നമ്മളിലേക്ക് എത്താനും, നമ്മളെ തീർത്ഥക്കുളത്തിൽ വരുന്ന കാറ്റ് ഭഗവാനെ തൊട്ട് തലവടി കൊണ്ട് നമ്മളിലേക്ക് ഇങ്ങനെ എത്തുന്നതായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മളിങ്ങനെ തഴുകിക്കൊണ്ട് നമുക്കവിടെ ശ്രീലകത്ത് നിൽക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഭഗവാനെ തൊട്ട് നമസ്കരിക്കാൻ സാധിക്കുന്നു. ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പനെ നമ്മളിന്ന് ഇങ്ങനെയുള്ള ചതുർബാഹ രൂപത്തിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ പൊന്നുണ്ണിയെ കണ്ടുകൊണ്ട് നമുക്കിന്ന് ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ സർവ്വദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് അതാ ഭഗവാൻ നമുക്കായിട്ട് അങ്ങനെ
കാത്തു നിൽക്കുന്നു എന്ന് കണ്ടുകൊണ്ട്, ഭഗവാനെ കണ്ടുകൊണ്ട് ആ ദിവ്യ ശോഭയിൽ ഇങ്ങനെ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ അടയുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ കുളിർ മഴയിൽ, കുളിർമയിൽ നമ്മളിങ്ങനെ ഭഗവാൻ ഇങ്ങനെ തലോടി പോകുന്ന ആ കാറ്റ്, ഭഗവാൻ നമ്മളെ ഇങ്ങനെ തലോടിക്കൊണ്ട് അങ്ങനെ നമ്മളെങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അങ്ങനെ നമ്മളെ തഴുകിക്കൊണ്ട് നമ്മുടെ എല്ലാ വേദനകളെയും അകറ്റിക്കൊണ്ട്, ഇന്നലെ വരെ എന്തായിരുന്നോ മനസ്സിൽ അതെല്ലാം ഭഗവാനെടുത്ത് മാറ്റിക്കൊണ്ട് നമ്മളിന്ന് മത്സ്യാവതാരത്തിൽ നമ്മളെ ഭഗവാൻ എന്ന ശ്രീലകത്ത് ഇങ്ങനെ നിന്ന് വിളങ്ങുന്ന ആ ഭാവത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് എന്നും ഭഗവാൻ ഇങ്ങനെ ദർശിക്കാനായിട്ടുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശൻ 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 രാധേശൻ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും, നിത്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഭഗവാനെ കണ്ട എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചതിൽ, കാണാൻ സാധിച്ചതിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്നോടൊപ്പം ശ്രീലകത്തേക്ക് എത്താൻ സാധിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മനസ്സിലും ഭഗവാന്റെ ഈ നിത്യമായ ഈ സ്വർണ്ണത്തിൽ തിളങ്ങുന്ന ആ ദിവ്യരൂപത്തെ മനസ്സിലേക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ സാധിക്കട്ടെ. സർവ്വദുഃഖങ്ങളും ഭഗവാനിൽ അർപ്പിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്വര രാധേശ്വര. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം.